നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പോട്ട് ലൈറ്റിൻ്റെ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. കാരണം ഇപ്പം നിലവിലത് വെള്ള കളറാണ്, അത് നമുക്ക് മൾട്ടി കളർ LED ആക്കണം. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇത് വെള്ള കളറാണ്. നമ്മൾ ഇതിനകത്താണ് നമ്മൾ മൾട്ടി കളർ LED വെക്കാൻ പോകുന്നത്. ഇതൊരു പള്ളിയുടെ സ്പോട്ട് ലൈറ്റാണ്. അപ്പം പള്ളിക്കകത്ത് മുഴുവനും വെള്ളവട്ടമാണ്. അപ്പം ഇതിൻ്റെ വെട്ടം നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മാറ്റുന്നത്. നമുക്കെന്താണെങ്കിലും അപ്പം നമുക്ക് പയ്യെ നമ്മുടെ പരിപാടിയോട് കിടക്കാം. ആ ഒരു സ്ക്രൂ ഉണ്ട്, അത് ആദ്യം അഴിച്ച് മാറ്റണം. ഇതിൻ്റെ മണ്ടവശത്തെ ഇതെല്ലാം മാറ്റി വെക്കാം. ഇത് ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിന് പകരം നമ്മൾ മറ്റേ സീലിംഗ് ലൈറ്റിൻ്റെ മറ്റേ അതിൻ്റെ ഫിൽറ്റർ പോലത്തെ സംഭവം അതാണ് നമ്മളിന്ന് വെക്കുന്നത്. അല്ലെങ്കിൽ ഇത് തന്നെ വെക്കാം. ഇതാണ് ഇതിൻ്റെ ഉൾവശത്ത് വരുന്നത്. ഇത് 10 വാട്ടിൻ്റെയാണ്. 10 വാട്ടിൻ്റെ ഒരു ഡ്രൈവറും അതിൻ്റെ ഒരു LED ഉണ്ട്. ഇതും അഴിച്ചു മാറ്റാം. ഇത് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ LED. ഇതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് പിടിപ്പിക്കണം. ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ആവശ്യം വരുന്നില്ല. ഈ ഡ്രൈവറിൻ്റെ നല്ല പൊക്കിയെടുക്കാൻ ഭയങ്കര പാട. ഇളക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം വെക്കുന്ന ലൈറ്റിന് എർത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ എർത്തും ഒഴിവാക്കുവാണ്. ഈ ഗമ്മൊക്കെ കളയണം. ഇതാണ് എൻ്റെ LED ഡ്രൈവർ. പയ്യെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിന് ആവശ്യം വരുന്നില്ല ഡ്രൈവറും. അപ്പോൾ ഇതിനകത്തെ നിലവിലിരുന്ന സാധനമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി വെക്കുന്നത് ഈ മൊഡ്യൂളാണ്. ഇത് 7 കളർ കത്തുന്ന ഈ മൊഡ്യൂളാണ്. ഇത് നമ്മൾ എന്തോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് വെക്കുന്നതിന് കുറച്ച് ചടങ്ങുണ്ട്. ചടങ്ങൊന്നുമില്ല, കുറച്ച് ടാസ്ക്കാണ്. നമ്മളെന്നാലും ഇത് ചെയ്യും. നമ്മൾ അകത്തെ സാധനങ്ങളൊക്കെ മാറ്റി നമ്മൾ ഈ മൊഡ്യൂൾ വെച്ചിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് ഇട്ട് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് സോൾഡർ ചെയ്യണം. ഇത് സോൾഡർ ചെയ്ത് നമ്മൾ ഈ ഇതിൻ്റെ റിഫ്ലക്ടർ വരുന്ന ഭാഗം അതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് പേപ്പർ ടൈപ്പ് ആണ്ട് എളുപ്പമാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ ബാക്കി വെച്ച് ഫിക്സ് ചെയ്താൽ നമ്മുടെ വർക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോൾഡറിങ് ഗൺ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സോൾഡർ ചെയ്യാം.
സോൾഡർ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. സെറ്റായിട്ടുണ്ട്, വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കി അറിയത്തില്ല, അതിൻ്റെ ഫൈനൽ ആയാലേ നമുക്കിത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിനി ബാക്കി പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം. ഇനി നമുക്കിത് ഈ റൗണ്ടിൽ നമുക്ക് വെട്ടിയെടുക്കണം. 1-2 LED ഒക്കെ വെട്ടം നമുക്കിത് വെക്കുമ്പം ഈ വയറിൻ്റെ മറു കാരണം പോകും. അത് കുഴപ്പമില്ല, വെട്ടത്തിന് കുറവ് വരത്തില്ല. നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ മൊത്തം ഗ്യാപ്പാക്കി എടുക്കണം. ഇപ്പം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും ഈ അകത്തെ സംഭവങ്ങൾ കാണത്തില്ല, കാരണം ഇതല്ലേ വെക്കുന്നതെന്ന്. പക്ഷേ എങ്കിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലെയറും കൂടെ നമ്മൾ ഇതിൻ്റെ അടിയിൽ വെക്കും. എന്നിട്ടാണ് ഇത് അടയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വർക്ക് റെഡി ആയിട്ടുണ്ട്. ഇതും കൂടെ വെച്ച് ക്ലോസ് ചെയ്താൽ മതി. ഇപ്പം ഇങ്ങനെ ഇരിക്കുവേ. ക്ലോസ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ ഇരിക്കും. നമുക്ക് മുറുക്കാം. ആദ്യം ഈ ഗ്ലാസ് വെക്കുന്നു. ഈ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത് വെച്ച ലെയറും കൂടെ വെക്കുവാണ്. അപ്പം അകത്തെ ലെയറും കൂടെ വെച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്ക്രൂ ഇട്ട് മുറുക്കാം. നമുക്ക് ഇത് കൂടെ ലൈറ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. പിന്നെ നല്ല തുക വരുന്ന ലൈറ്റാണ്. നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മൊത്തം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ്. അകത്താ മറ്റേ വേറെ സെപ്പറേറ്റ് ലെയറും കൂടെ വെച്ചേക്കുന്നതുകൊണ്ട് കാണാനൊരു ഭംഗിയുണ്ട് വെട്ടത്തിന്. ഈ ലൈറ്റ് ഒന്ന് ഓഫാക്കാം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിലൂടെ ഇന്നത്തേക്ക്